വ്യാസത്തിൽ ഒരു തവണയെങ്കിലും ഗമിക്കുക, ഗംഗയിൽ ഒരു തവണയെങ്കിലും സ്നാനം ചെയ്യുക, ഈ കർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് ഭാരതീയ ഋഷിശാസ്ത്രം നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അതിലിവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സുദിനമാണ്, ലഭിക്കുന്ന 7 സുദിനങ്ങളാണ് ഭാഗവതം സമ്പൂർണ്ണമായി കേൾക്കുവാനുള്ളത്. 50 വർഷമായി ഭാഗവത യജ്ഞം നടക്കുന്ന വേദിയിൽ സമ്പൂർണ്ണമായി കേട്ടവരുണ്ടോ എന്ന് ചോദിച്ച് കൈ ഉയർത്താൻ പറഞ്ഞാൽ ഒരു പക്ഷേ നാമമാത്രമായ ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെയും ഇത് 9ാമത് സപ്താഹമാണ്. 8 വർഷം കേട്ട ആളുകളോട് ചോദിച്ചാൽ ഒരു പക്ഷേ ഭാഗവതം സമ്പൂർണ്ണമായി യജ്ഞത്തിൽ വന്ന് കേട്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയും കൈ ഉയർത്താൻ ആളുകളുടെ എണ്ണം വളരെ വിരളമായിരിക്കും. 1 വർഷം 1 ദിവസം വെച്ച് കേട്ടിരുന്നുവെങ്കിൽ ഈ ദേശത്തുള്ള ആളുകൾക്കെല്ലാം 2 വർഷം മുമ്പേ ഭാഗവതം കേൾക്കാമായിരുന്നു. ഒരു വർഷത്തെ യജ്ഞത്തിൽ 1 ദിവസം സമ്പൂർണ്ണമായി ഭാഗവതം കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ ഭാഗവതം സമ്പൂർണ്ണമായി കേൾക്കാമായിരുന്നു. അതുകൊണ്ട് ഈ വർഷത്തെ മഹായജ്ഞത്തിൽ നിങ്ങളോട് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്, 7 ദിവസം കൊണ്ട് ഈ ഭാഗവതം സമ്പൂർണ്ണമായി കേൾക്കുവാൻ. നമ്മുടെ കുട്ടികളടക്കം പഠനത്തിനുള്ള സന്ദർഭമല്ല ഇപ്പോൾ എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അതിൽ പങ്കുചേരാൻ സാധിക്കും. ഓരോ കർമ്മങ്ങളും രാവിലെ ജപിക്കുന്ന മന്ത്രസമാനമാർന്ന കർത്തവ്യം മുതൽ ഹോമകർമ്മങ്ങൾ വരെ ഒത്തുചേരുന്ന ധന്യമായ മുഹൂർത്തമാണ് മഹായജ്ഞം എന്നുള്ളത് കൊണ്ട് അതിൽ നമ്മളെല്ലാവരും പരിപൂർണമായി പങ്കുചേരണം എന്ന് സജ്ജനങ്ങളെ അറിയിക്കുകയാണ്. ഭാഗവതം അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ഭൗതികമായി കാണപ്പെടുന്ന ശരീരം എന്ന സങ്കല്പത്തിനും അപ്പുറത്തേക്ക് ആത്മീയമാർന്നൊരു ചേതന ഇതിൽ കുടികൊള്ളുന്നുണ്ട്. ആ പരമസത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാര സ്വരൂപങ്ങളിൽ വെച്ച് വിശിഷ്ടവും സമ്പൂർണവുമാർന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അവതാര സ്വരൂപത്തെ സമ്പൂർണമാക്കുന്നതാണ്, ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പുണ്യാത്മാക്കൾ തിരിച്ചറിയുക. എന്നാൽ ആ വസ്തുതാബോധത്തെ ഗ്രഹിക്കാതെ ഈ ശരീരത്തെ മാത്രം പരിപോഷിപ്പിക്കുന്ന കർമ്മമാണ് നമ്മളെല്ലാം നിത്യവും ചെയ്യുന്നത്. എന്നാൽ നാം തിരിച്ചറിയും ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ജനിച്ചെന്ന് തൊട്ടേ മരിക്കുന്നു ദേഹം. ജനിച്ചെന്ന് തൊട്ടേ മരിക്കുന്നു ദേഹം. മുന്നിലിരിക്കുന്ന മോൾ 5 വർഷത്തെ ജന്മദിനം ആഘോഷിച്ചതാണെങ്കിൽ 5 വർഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും 30, 35, 40, 50, 60, 70 വർഷത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ 60 വർഷമായി ഈ ശരീരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിച്ചെന്ന് തൊട്ടേ മരിക്കുന്നു ദേഹം, മരിച്ചെന്ന് തൊട്ടേ ജനിക്കുന്നു വീണ്ടും. മരിക്കാത്ത ദേഹിക്കിടയ്ക്കൊന്നിരിക്കാൻ എടുക്കുന്നതത്രേ മരിക്കുന്ന ദേഹം. അപ്പോൾ ദേഹം മരിക്കും എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയുക. പക്ഷെ മരിക്കാത്തതൊന്നേ ഉള്ളൂ, അതിൻ്റെ പേര് ദേഹി എന്നാണ്. ഈ ദേഹത്തെ നിലനിർത്തുന്ന ദേഹി, അതിനെ നിങ്ങൾ കൃഷ്ണനെന്നോ വിഷ്ണുവെന്നോ ശിവനെന്നോ അയ്യപ്പനെന്നോ മുരുകനെന്നോ ഏത് രൂപത്തിൽ വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ. വേൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകൻ തന്നെ വേൽ തന്റെ ചുണ്ടോട് ചേർക്കുമ്പോൾ ഓടക്കുഴലായി മാറുന്ന കൃഷ്ണനാകും എന്ന പരമാർത്ഥമാണ് സനാതനധർമ്മം പഠിപ്പിച്ചിരിക്കുന്നത്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന പരമാർത്ഥ സത്യത്തിലൂടെ ആ പരമമായ സത്യത്തെ അറിയുവാൻ ഈ ദേഹത്തെ ദേഹമായി നിലനിർത്തുന്ന ദേഹി എന്താണെന്നറിയണം. പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി ബിരുദങ്ങളിലും ബിരുദാനന്തര ബിരുദത്തിലും ഇപ്പോൾ മക്കളെ പഠിപ്പിക്കുന്ന ഹൈടെക് സാങ്കേതിക വിദ്യയിലൊന്നും ഒരു പക്ഷേ ഇത് സൂക്ഷ്മമായി പഠിപ്പിക്കുന്നുണ്ടോ എന്നതുള്ളത് സംശയകരമാണ്. യുക്തിഭദ്രമായി തന്നെ അദ്ദേഹം നമ്മുടെ മുന്നിൽ വർണ്ണിച്ചു. ശാസ്ത്രീയമായി സയന്റിഫിക്കായി തന്നെയാണ് വർണ്ണിച്ചത്. അത് തന്നെയാണ് നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്നത്. രാവിലെ ഹരിനാമകീർത്തനം വീട്ടിൽ ചൊല്ലുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ദശാവതാര സങ്കല്പങ്ങളിലൂടെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ വർണ്ണിക്കുന്നത് പോലെ സമസ്ത സങ്കല്പങ്ങളെയും വേദങ്ങളിൽ വേദവ്യാസ മഹാമുനി വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മഹാഭാരത മധ്യത്തിൽ എഴുതി ചേർത്തു, യതി ഹാസ്തി തദന്യത്ര എന്നെ ഹാസ്തി ന തത്ക്വചിത്. ഇതിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയും കാണാൻ സാധിക്കും. ഇതിലില്ലാത്തതൊന്നും ഈ ഭൂമുഖത്ത് കാണുവാൻ സാധ്യമല്ല എന്ന് വേദവ്യാസ മഹാമുനി മഹാഭാരത മധ്യത്തിൽ എഴുതി ചേർത്ത വസ്തുതയാണ് അദ്ദേഹം ഇവിടെ ശാസ്ത്രീയമായി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചത് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ഭാഗവത കഥയെ മഹാഭാരത കഥയെ വേദവ്യാസ മുനിയിലൂടെ വർണ്ണിക്കുകയായിരുന്നു ഈ സമയം മുഴുവൻ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അതിനെ യുക്തിഭദ്രവും ശാസ്ത്രീയവുമായി വർണ്ണിക്കുകയാണ് എന്ന് പുണ്യാത്മാക്കൾ തിരിച്ചറിയണം. ഇതിൽ വർണ്ണിക്കാത്തതായിട്ടൊന്നുമില്ല. ഈ വേദാന്തസാര സിദ്ധാന്തങ്ങൾ മുഴുവൻ സംക്ഷിപ്തമായി രാവിലെ നമ്മുടെ വീട്ടിലും നമ്മുടെ അമ്പലങ്ങളിലും കേൾക്കുന്ന ഒരു കീർത്തനമുണ്ട്. ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പച്ച മലയാളത്തിൽ മലയാള ഭാഷയിൽ അക്ഷരമാലാക്രമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതിയുണ്ട്. അതിന്റെ പേര് മലയാളത്തിലെ മാമറ എന്നാണ്. മാമറ എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം. വേദങ്ങളൊക്കെ സംസ്കൃതമല്ലേ, എങ്ങനെ പഠിക്കും എന്ന ആശങ്കയുള്ളവർക്കൊക്കെ പച്ച മലയാളത്തിൽ വേദവ്യാസ മഹാമുനിയൊക്കെ വർണ്ണിച്ചിരിക്കുന്ന വേദാന്തസാരത്തെ
സംക്ഷിപ്തമായി ആ മലയാള ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നതാണ് ഹരിനാമ കീർത്തനം. എത്ര വീട്ടിലുണ്ട് എന്നുള്ളത് ചോദിക്കുന്നില്ല. ചോദിച്ചാൽ കൈ ഉയർത്തുന്നവരുടെ എണ്ണം കുറവായിരിക്കും. എത്ര വീട്ടിൽ ചൊല്ലുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വീണ്ടും കൈയുടെ എണ്ണം കുറയും. ഇപ്പോൾ അമ്പലങ്ങളിൽ രാവിലെ റെക്കോർഡ് വെച്ചാൽ ശബ്ദമലിനീകരണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന ആളുകളുള്ള കാലമാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കുക, ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു തൻ തന്നെ സാക്ഷി, അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യരൂപ ഹരി നാരായണായ നമ എന്ന് ചൊല്ലിത്തുടങ്ങുന്ന ഹരിനാമ കീർത്തനത്തിൽ ഈ മനുഷ്യ ശരീരത്തെ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. ഈ സെറിബ്രവും സെറിബെല്ലവും മെഡിൽ ഒബ്ലോങ്കറ്റും കിഡ്നി ഹാർട്ടും റെറ്റിനും കോക്ലിയും ഒക്കെ ആയിരിക്കുന്ന സ്പൈനൽ കോഡ് അടക്കമുള്ള അതിന്റെ ഇരുവശമുള്ള ഈ നാഡീ ഞരമ്പുകളെ അടക്കം വർണ്ണിച്ചിരിക്കുന്ന ഒരേ ഒരു ശ്ലോകം 4 വരി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് എത്ര പേർ പഠിച്ചു? എത്ര പേർ എണ്ണി തിട്ടപ്പെടുത്തി? എത്ര പേർ ആ തത്വങ്ങളെ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അപ്രാപ്യമായിരിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമായിരിക്കും ഗ്രഹിച്ചിട്ടുണ്ടാവുക. വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, പഠിച്ച പാഠ്യപദ്ധതികളിൽ ഒന്നും വർണ്ണിച്ചിട്ടില്ല. ആ ഭാഷാപിതാവ് എഴുത്തച്ഛന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് നമ്മുടെ മുന്നിൽ രേഖകളില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ മുന്നിൽ വർണ്ണിച്ചു തരികയാണ്. ഈ വേദാന്ത സാരം വേദവ്യാസ മഹാമുനിയാൽ വർണ്ണിച്ച വേദാന്ത സാരത്തെ സംക്ഷിപ്തമായി വർണ്ണിക്കുകയാണ് ഈ 4 വരിയിലൂടെ. 5 ഉടൻ 6 8 ഉടൻ ഔവണ്ണം 8 ഉടൻ 8 7 അഥ ചുവോടൊരഞ്ചും അപ്പി 2 1 എന്ന തത്വം അതിൽ മേവുന്നു നാഥൻ ശ്രീ ഹരിനാരായണൻ. ഈ സാക്ഷാൽ ഹരിനാരായണൻ മരുവുന്നത് ഈ ശരീരത്തിൽ തന്നെയാണ് എന്ന ബോധമുണ്ടെങ്കിൽ ഇവിടെ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ കുചേലനെന്നോ കുബേരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ സാക്ഷരനെന്നോ നിരക്ഷരനെന്നോ നിമ്ന ഉന്നതങ്ങളില്ലാതെ സമസ്ത ആളുകളിലും ത്രസിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന പരമാർത്ഥം നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ ആ പരമാർത്ഥത്തെ ബോധ്യപ്പെടുത്തുവാൻ ഈ കഥാരൂപേണ ശരിയായ രാജാവാരാണ്, ആ നൃപനാരാണെന്ന് പഠിപ്പിക്കുകയാണ്, പ്രജയാരാണെന്ന് പഠിപ്പിക്കുകയാണ്, പതി ആരാണെന്നും പത്നി ആരാണെന്നും പഠിപ്പിക്കുകയാണ്, പുത്രൻ ആരാണെന്നും പുത്രി ആരാണെന്നും പഠിപ്പിക്കുകയാണ്, ഗുരു ആരാണെന്നും ശിഷ്യനാരാണെന്നും പഠിപ്പിക്കുകയാണ്. സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്നവർക്ക് അവരവരുടെ ധർമ്മബോധത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവബോധത്തെ കൃതകൃത്യതയോടുകൂടി വർണ്ണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രമാണങ്ങൾ. ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും സമസ്ത ഇതിഹാസങ്ങളും പുരാണങ്ങളും എന്നുള്ളത് പുണ്യാത്മാക്കൾ തിരിച്ചറിയുക. അതിലേക്കൊക്കെ വിസ്തരിച്ചു പോയാൽ ഈ ഭാഗവതത്തിന്റെ മഹത്വം, മഹനീയമാർന്ന തത്വങ്ങളിലൂടെ ഈ ചതുർവിധ പുരുഷാർത്ഥ തത്വം തന്നെയാണ്. സമസ്ത ജീവജാലങ്ങളും ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട 4 വിധ കർമ്മങ്ങളെയാണ് നമ്മുടെ മുന്നിൽ വർണ്ണിച്ചത്. ആരും ഇതിനെ തൃണവൽഗണിക്കണമെന്നോ അതിനെ ഉപേക്ഷിക്കണമെന്നോ ഒരു പ്രമാണത്തിലും വർണ്ണിച്ചിട്ടില്ല. ഏത് വിധത്തിൽ അർത്ഥത്തോടും കാമത്തോടും നമ്മൾ എങ്ങനെ സമീപിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ അതിന് 2 വഴികൾ ഒരുക്കിയിട്ടുണ്ട്. ആ 2 വഴികളാണ് ധർമ്മവും മോക്ഷവും എന്നുള്ളത്. അത് നിത്യവും ഉര ചെയ്യേണ്ടതാണ്, ഉരുവിടേണ്ടതാണ്. പക്ഷേ നിത്യവും ഉരുവിടുന്ന 2 മന്ത്രങ്ങളേ ഉള്ളൂ. ഒന്ന് അർത്ഥം, ഒന്ന് കാമം. നിത്യവും നമ്മളെല്ലാം വ്യവഹരിക്കുന്ന ഈ 2 വിഷയങ്ങളിലാണ്. എന്നാൽ അത് 2ഉം സമാഹരിക്കുവാനും വിനിയോഗിക്കുവാനും പൂർവ്വസൂരിയായ ഋഷി നമ്മളോട് പറഞ്ഞു തന്നു. അതിന് 2 അതിർവരമ്പുകൾ വേണം. അതിന്റെ പേരാണ് ധർമ്മവും മോക്ഷവും. ഇങ്ങനെയാണ് പ്രകൃതിയിലെ സമസ്ത ജീവജാലങ്ങളും നിലനിൽക്കുന്നത്. പരോപകാരായ വഹന്തി നദ്യ, പരോപകാരായ ദുഹന്തി ഗാവ, പരോപകാരായ ഫലന്തി വൃക്ഷ, പരോപകാരാർത്ഥം ഇദം ശരീര. ഈ ശരീരം എന്തിനുള്ളതാണെന്ന് ഈ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് സാക്ഷാൽ ഋഷീശ്വരന്മാർ നമ്മുടെ മുന്നിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സമീപത്ത് പോകുന്ന ഒഴുകുന്ന പുഴയെ കൂടി വർണ്ണിച്ചുകൊണ്ട്, ഗോവിനെ വർണ്ണിച്ചുകൊണ്ട്, സർവവൃക്ഷങ്ങളെയും വർണ്ണിച്ചുകൊണ്ട് ഈ ശരീരം എന്തിനുള്ളതാണെന്ന് ഋഷിവര്യൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്നുള്ള സന്ദർഭത്തിൽ വിശദീകരിക്കാൻ സമയം വരും, അപ്പോൾ ഞാൻ സൂചിപ്പിക്കാം. അതുകൊണ്ട് ശ്രേഷ്ഠരാർന്ന പുണ്യാത്മാക്കൾ തിരിച്ചറിയുക, രാവിലെ ഉണർന്നത് മുതൽ പരിപോഷിപ്പിച്ചത് ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നതായി ഈ ശരീരത്തെയാണ്. ഇപ്പോൾ ക്ഷീണം വന്നു തുടങ്ങിയില്ല. ഒരു ഉണ്ണിയപ്പം കഴിച്ചതുകൊണ്ടാണ് ക്ഷീണം മാറും. വലിയ പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുന്നു. അത് കഴിച്ച് രാത്രിയിൽ നിദ്രയെ പുൽകാനിരിക്കുമ്പോൾ ഈ ശരീരത്തെ മാത്രം സന്തോഷിപ്പിക്കുന്ന രാവിലെ ഉണർന്നത് മുതൽ ദന്തധാവനം, ശൗചം, സ്നാനം, വേഷഭൂഷാദികൾ, ആഭരണങ്ങൾ, ലേപന വസ്തുക്കൾ, ആഹാരം, ജലം, നിദ്ര, സുഖഭോഗങ്ങൾ, സർവ്വതും എന്തിനു വേണ്ടിയിട്ടാ? ശരീരത്തെ നിലനിർത്താൻ, ഈ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി. എന്നാൽ ആ ശരീരത്തെ നിലനിർത്തുന്ന ആത്യന്തികമായ ശക്തി, അതിന്റെ പേര് ദേഹി എന്നാണ്. അതുകൊണ്ടാണ് ജനിച്ചെന്ന് തൊട്ടേ മരിക്കുന്നു ദേഹം, മരിച്ചെന്ന് തൊട്ടേ വീണ്ടും ജനിക്കുന്നു, വീണ്ടും സ്വീകരിക്കും. പക്ഷേ മരിക്കാത്ത ദേഹിക്ക് ഇടയ്ക്കൊന്നിരിക്കാൻ, മരണമില്ല എങ്കിൽ ദേഹി ജനിക്കുന്നില്ല. ജനിമൃതികളില്ലാത്ത, ചിരന്തന
ചിരന്തനമായ ഒരു സത്യമേ ഇവിടെ ഉള്ളൂ. ആ പരമസത്യത്തെ അറിയുക എന്നുള്ളതാണ് 358 ദിവസവും നമ്മൾ വ്യവഹരിച്ചതിൽ നിന്ന് ഒരു 7 ദിവസത്തെ ക്രമപ്പെടുത്തുവാൻ, ടൈം ടേബിൾ രൂപപ്പെടുത്തുവാൻ, സമയക്രമം ഉണ്ടാക്കുവാൻ, സമയസാരിണി തയ്യാറാക്കുവാൻ സാധിക്കുന്ന ആളുകൾക്ക് ഈ യജ്ഞം പ്രയോജനപ്പെടും എന്ന് പുണ്യാത്മാക്കളെ അറിയിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 2 ഭാഗത്ത് ചോറ് ആവശ്യമാണ്. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ചോറ് വേണം. അതൊന്ന് മധ്യഭാഗത്തും ഒന്ന് മുകളിലും. ഇപ്പോൾ ഹിന്ദുവിൻ്റെ സർവ്വസപ്താഹ വേദികളിലും നവാഹ വേദികളിലും ഉത്സവവേദികളിലും ചോറ് നിറയ്ക്കുന്നത് മധ്യഭാഗത്ത് മാത്രമുള്ളതാണ് എന്ന് തിരിച്ചറിയും. മുകളിലത്തെ ചോറിൻ്റെ എണ്ണം കുറഞ്ഞു വരിക. തലച്ചോറ് അതിപ്പോൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ നടന്നു വരുമ്പോൾ തന്നെ ആദ്യം ശരീരത്തിൻ്റെ ഭാഗം, പണ്ടൊക്കെ മുഖത്തെ തേജസ് കണ്ട് ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ ചിരിയല്ല ആദ്യം കാണുന്നത്. വരുമ്പോൾ തന്നെ ഉദരം കാണുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചറിയും. ഇങ്ങനെ വിശാലമായി പോകുന്ന അന്നത്തോടുള്ള ഭ്രമം, അതിനാണ് യജ്ഞങ്ങളെന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ കാലോചിതമായി നമ്മുടെ ഋഷികൾ വർണ്ണിച്ചു തന്ന ആചാരങ്ങളെ പോലും നമ്മൾ മാറ്റിമറിക്കുകയാണ്. അതുകൊണ്ട് ആചരണമാണ് ഇവിടെ അനിവാര്യം. ആചരിക്കുവാൻ ഒരു അനുഷ്ഠാന പദ്ധതി ഹിന്ദുവിന്റെ ഋഷിവര്യന്മാർ വർണ്ണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ പോലെ 2 കണ്ണുകളും 2 കാതുകളും ഉള്ളപ്പോൾ 2 കണ്ണുകളും തുറന്നു പിടിച്ച്, കാതുകൾ 2 തുറന്നു പിടിച്ച് മറ്റുള്ളവരുടെ കുറവെന്തെന്നും കൂടുതലെന്തെന്നും അന്വേഷിക്കുവാൻ വേണ്ടി നമ്മൾ ത്വര പൂണ്ട് നിൽക്കുമ്പോൾ, ആഗ്രഹം പൂണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, 2 കണ്ണുകളും അടച്ചു പിടിച്ചുകൊണ്ട് കാതുകൾ 2 തുറന്നു പിടിച്ചുകൊണ്ട് പാരിന്റെ സ്പന്ദനം എന്തെന്ന് അറിയുവാൻ വേണ്ടി ഋഷിവര്യന്മാർ, ത്യാഗം ചെയ്ത തപോധനന്മാർ, നിധിധ്യാസം ചെയ്തവർ, തപസ്സനുഷ്ഠിച്ചവർ, അവർ കണ്ടെത്തിയ ജ്ഞാന സമ്പാദനമാണ് വേദങ്ങളും ഉപനിഷത്തുകളും ശ്രുതികളും സ്മൃതികളും ഒക്കെയായി നമ്മുടെ മുന്നിൽ വർണ്ണിച്ചു തന്നിരിക്കുന്നത്. ആ ക്രാന്തദർശികളായ ദീർഘദർശികളായ മനീഷികൾ, നേരത്തെ പറഞ്ഞു, ലക്ഷോപലക്ഷം ശ്ലോകങ്ങൾ ചമച്ച മുനിവര്യന്മാരുടെ മണ്ണിലാണ് ആ ഗ്രന്ഥങ്ങളുടെ ഒരു ഭാഗമെങ്കിലും ഒന്ന് പരിശോധിക്കാൻ പോലും സാധിക്കുക. അതിന്റെ സംക്ഷിപ്തമായി പച്ച മലയാളത്തിൽ വർണ്ണിച്ചു തന്നിരിക്കുന്ന, മലയാളത്തിലെ മാമറകളായിരിക്കുന്ന ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനം പോലും ഒന്ന് ബോധ്യപ്പെടാൻ നമുക്ക് സാധ്യമല്ലാതെ പോകുമ്പോൾ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾ തിരിച്ചറിയുക. അപ്പോഴും മനസ്സിൽ വിചാരിക്കും, എനിക്ക് ആരുടെ ഒന്നും വേണ്ട, ഞാൻ ആർക്കും ഒന്നും തരികയില്ല എന്ന് പറയുന്ന നമ്മളൊക്കെ, പറയുന്ന മനുഷ്യൻ അത് പറയുമ്പോൾ പോലും ശ്വാസം എടുക്കുന്നുണ്ടോ? ഇപ്പോൾ നിശബ്ദരായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ശ്വാസഗതി നടക്കുന്നില്ലേ? ഇല്ലേ? തുറച്ചു നോക്കുന്ന നമ്മുടെ എല്ലാം കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും നാസാരന്ധ്രം അറിയുന്ന പോലുമില്ല. ശ്വാസോച്ഛ്വാസം മിനിറ്റിൽ 16 തവണ എടുത്തുകൊണ്ടും വിട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ആര് തരുന്നു? ആർക്കെന്ത് കൊടുത്തിട്ട് എടുക്കുന്നു? എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ ഈ പരമമായ സത്യത്തെ ബോധ്യപ്പെടാതെ ആർക്കെങ്കിലും പോകാൻ സാധ്യമാണോ? അതുകൊണ്ട് ഈ പരമമായ സത്യത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. സാക്ഷാൽ ഭഗവാനെ കഥാരൂപേണ വർണ്ണിച്ചതിൻ്റെയൊക്കെ തത്വം അദ്ദേഹം ഇവിടെ വർണ്ണിച്ചു തന്നാൽ ആ കഥകൾക്കും അപ്പുറത്തേക്കുള്ള ഉദാത്തമാർന്നൊരു ദർശനത്തെയാണ്, മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ ദർശനമാണ് ഈ ഭാഗവത സന്ദേശത്തിലൂടെ നമ്മുടെ മുന്നിൽ വർണ്ണിക്കുന്നത്. ആ മഹനീയമാർന്ന ഭാഗവതം കേൾക്കുവാൻ, ഇവിടുത്തെ പൂജാവിധികളിൽ പങ്കുകൊള്ളുവാൻ, ഒരു യജ്ഞം എന്ന സങ്കല്പത്തിൽ റിക്തഹസ്തരായി ശൂന്യമായ കൈകളുമായി ഭഗവത് സന്നിധിയിലേക്ക് വരരുത്. വരുമ്പോൾ അല്പം പുഷ്പം കൊണ്ടുവരണം, പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരണം, വാഴയില കൊണ്ടുവരണം. യജ്ഞത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ദ്രവ്യങ്ങളും ഭക്തർ സമർപ്പിച്ചുകൊണ്ട് മഹനീയമാർന്ന വരുന്ന 7 നാളുകൾ ഈ ദേശത്തുള്ളവർക്ക് അതിനെ പ്രയോജനപ്പെടുത്തുവാൻ, നമ്മുടെ ഗൃഹത്തിലെ മാതാപിതാക്കൾ ഇന്ന് ഭീഷണമാർന്ന ലഹരി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നമുക്കൊക്കെ അതിൽ നിന്നൊക്കെ മുക്തി നേടുവാനും ഉദാത്തമാർന്ന ഒരു ജീവിത ചിന്താധാര നമ്മുടെ ഗൃഹത്തിൽ ആചാരമാക്കി ഈ അനുഷ്ഠാന പദ്ധതിയെ ആചരിക്കുവാൻ, നിരന്തരമായി ആചരിക്കുമ്പോഴാണ് അത് നമുക്ക് ശീലമാകുന്നത്. കൊച്ചുകുട്ടി രാവിലെ പല്ല് തേക്കാറില്ലായിരുന്നു. അച്ഛനും അമ്മയും പിടിച്ചു നിർത്തി അവനെ പല്ല് തേപ്പിച്ച് പഠിപ്പിച്ചു. ഒടുവിൽ അതിന് താനെ ശീലമായി. അവൻ കുളിക്കാറില്ലായിരുന്നു, അവനെ കുളിപ്പിച്ച് പഠിപ്പിച്ചു. ഇപ്പോൾ അവൻ താനെ കുളിക്കും. 2-3 നേരമല്ല അവൻ വെള്ളത്തിൽ നിന്ന് മാറാതെ കുളി തുടങ്ങി. ആര് പഠിപ്പിച്ചു? മാതാപിതാക്കൾ ശീലിപ്പിക്കുകയാണ്. അങ്ങനെ ശീലമാണ് ഒരു മനുഷ്യന് സ്വഭാവമായി മാറുന്നത്. ആ സ്വഭാവം ഉണ്ടാകുവാൻ, സ്വഭാവ രൂപീകരണത്തിന് മറ്റൊന്നും ആവശ്യമില്ല. നമ്മുടെ ഗൃഹങ്ങളിൽ നമുക്ക് ഈ ആത്മീയ ചിന്തയെ പരിപാലിച്ച് അതിനെ ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും സാധ്യമായാൽ അത് നമ്മുടെ ശീലമായി മാറും. ആ ശീലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും സ്വഭാവമായി മാറും. അത് സമൂഹ നന്മയ്ക്ക് ഗുണം ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിന്റെ മഹത്വത്തെ നാളെ വർണ്ണിക്കാം. ഒറ്റ ശ്ലോകം ചൊല്ലിക്കൊണ്ട്, ഒരു ശ്ലോകമല്ല, നമ്മൾ 4 നേരം ചൊല്ലുന്ന കീർത്തനത്തിലെ ഒരു
കീർത്തനം ഒരു 4 വരി ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കും. അതിൽ തന്നെ ഭാഗവതത്തിന്റെ മഹത്വം സംക്ഷിപ്തമായി വർണ്ണിച്ചിട്ടുണ്ട്. കോർത്തൊരു സുക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താൽ ഇത് വല്ലതും ഞങ്ങളിപ്പോൾ ഓർക്കുമോ? ഞങ്ങളെ വിടാൻ വേണ്ടി കാത്തിരിക്കല്ലേ? ഇതല്ല നിങ്ങൾ നാളെ ഉച്ചയ്ക്ക് ഞാൻ ചൊല്ലിയാലും നിങ്ങൾ ആരും ചുണ്ടനക്കുകയില്ല, നിങ്ങൾ മറുപടി പറയില്ല. ഞാനൊരു സിനിമാ പാട്ട് പാടിയിരുന്നു, നിങ്ങൾ കൂടെ പാടിയാൻ. ഞാനൊരു പ്രകടനത്തിന്റെ മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ ഓരോന്നും മാറി മാറി വിളിച്ചാൽ അതിൻ്റെ ആൾക്കാർ അപ്പോൾ കൈ ചുരുട്ടി വിളിച്ചാൽ അതിന് നമ്മൾ നാവ് വിനയിക്കും. പക്ഷേ ഹിന്ദുവിൻ്റെ പ്രമാണങ്ങളെ കേൾക്കുമ്പോൾ ചുണ്ടുപോലും അനങ്ങാത്ത, നാവ് പോലും ചലിക്കാത്ത ആളുകളായി നമ്മൾ വഴിമാറുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ അപജയം, നമ്മുടെ അധപ്പതനം, നമ്മുടെ പതനത്തിന് കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് മഹനീയമാർന്ന ഭാഗവതം നമ്മളെ പഠിപ്പിച്ചു. അതിന്റെ മഹത്വത്തെ ഈ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. കോർത്തൊരു സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താൽ ഇതിനു സമമില്ല ഒന്നും എന്നറിയുക. തീർത്ഥങ്ങൾ കൊണ്ടും ഒഴിയാതുള്ള പാപം അത് തീർത്തിയിടും. അതുകൊണ്ട് സർവ്വ പാപവും ചെയ്തിട്ട് വന്ന് ഭാഗവതം വായിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പാപം ചെയ്തതിന് ഭാഗവതം വാങ്ങി 2 പേജ് വീതം ജ്യൂസായിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ തീരുമെന്നല്ല അതിന്റെ അർത്ഥം. ഭാഗവതം ഗ്രഹിക്കണം, അതിനെ ബോധ്യപ്പെടണം, അത് ജീവിത പന്ഥാവിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധ്യമാകണം. അപ്പോൾ ചേലകെട്ട കൃഷ്ണനല്ലാതെ, രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയ കൃഷ്ണനല്ലാതെ ഒരു മഹാനായ കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും. തേർത്തട്ടിൽ തളർന്നു വീഴുന്ന പാർത്ഥന് പശ്യന്തി കാഴ്ചയിലൂടെ തന്നെ ഗീതോപദേശം നൽകുന്ന പാർത്ഥസാരഥി, ശൈബ്യനും ബലാഹകനും മേഘപുഷ്പനും മണിഗ്രീവനും എന്ന് പേരോടുകൂടിയ 4 കുതിരകളെ പുട്ടിയ രഥം വായിക്കുന്ന പാർത്ഥന് സാരഥിയായി ശ്രീകൃഷ്ണ പരമാത്മാവ് ജനിക്കും മുൻപ് തന്നെ അപവാദങ്ങൾക്ക് വിധേയനാകുന്ന ഭഗവാൻ, ജനിക്കും മുൻപ് തന്നെ അമ്മ വിവാഹം ചെയ്ത നാൾ മുതൽ ജനിച്ചില്ല അന്നേ അപകീർത്തിക്ക് വിധേയനാകുന്നയാൾ, അപഹാസ്യനാക്കുന്നയാൾ, പല വിധത്തിൽ പല ദൂഷണങ്ങൾ നടത്തുന്നയാൾ, എല്ലാത്തിനെയും അതിജീവിച്ച് ഈ മായാജാലങ്ങളെല്ലാം സത്യമായി നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്ന യോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് നാം അറിയേണ്ടത്. അങ്ങനെ ശ്രേഷ്ഠനായ നമ്മുടെ ഉദ്ഘാടകൻ സാറ് പറഞ്ഞതുപോലെ 10 ലക്ഷണങ്ങളിലൂടെ പറഞ്ഞിട്ട് ആ സർഗത്തിൽ തുടങ്ങി വിസർഗത്തിലൂടെ സഞ്ചരിച്ച് അവസാനം അത് ആശ്രയത്തിൽ എത്തിച്ചേരും. ആശ്രയമില്ല എന്ന് പറഞ്ഞ് ഒരാൾ പോലും പതിക്കേണ്ട ആവശ്യമില്ല, വിലപിക്കേണ്ട ആവശ്യമില്ല, പലായനം ചെയ്യേണ്ട ആവശ്യമില്ല, വേർപിരിയേണ്ട ആവശ്യമില്ല, ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ജനിയുണ്ടെങ്കിൽ മൃതിയുണ്ട്. പക്ഷേ ആ ജനിച്ച ശരീരത്തെ നിലനിർത്തുവാൻ സാക്ഷാൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ വഴി കാട്ടിത്തരുകയാണ്. ആശ്രയിക്കണം. ആ ഭഗവാൻ പറഞ്ഞു, നമ്മെ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് നാശമില്ല. ഇത് ഗീതയിലെ വാക്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു വാക്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഓർമ്മ കാണും. നീ ഭയപ്പെടേണ്ട, ഞാൻ പറയത്തില്ല, അറിയാമല്ലോ അല്ലേ? ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എവിടുന്ന് പഠിച്ചു? ആ ക്രിസ്തുദേവൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു അപ്തവാക്യമാണ്, നമ്മൾ പഠിച്ചു. ഇതേ അപ്തവാക്യം യുഗങ്ങൾക്ക് മുൻപേ ഗീത വർണ്ണിച്ച ഭഗവാൻ പറഞ്ഞു, നമ്മെ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് നാശമില്ല. പഠിച്ചോ? ഇല്ല. പഠിപ്പിച്ചോ? ഇല്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ മഹത്തരമാർന്ന സന്ദേശം, അതേ സന്ദേശം തന്നെയാണ് പഠിച്ചത്. ഒട്ടും ദോഷമില്ല കേട്ടോ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. പറയുന്ന ഈശ്വരൻ, നാം ആരാധിക്കുന്ന ഈശ്വരൻ എന്നോടുകൂടെയുണ്ട് എന്ന ആത്മധൈര്യത്തെ നൽകുകയാണ്, എനിക്ക് ആശ്രയമായി നിലകൊള്ളുകയാണ്. അത് തന്നെയാണ് ഭഗവാനും പറഞ്ഞത്. ഞാൻ നിനക്ക് ആശ്രയമായി ഇവിടെ നിലകൊള്ളുകയാണ്, അതുകൊണ്ട് നീ എന്നെ ആശ്രയിച്ചുകൊള്ളൂ, നിനക്ക് സംരക്ഷണം ഞാൻ നൽകും. ആ അഭയങ്കരനായ ഭഗവാൻ ഭയങ്കരനല്ല, അഭയങ്കരനാണ്. അഭയം നൽകുന്നവൻ, ഭയമില്ലാതെയാക്കുന്നവൻ. ഭഗവതി അഭയങ്കരി, ഭയത്തെ ഇല്ലാതെയാക്കുന്നവൾ. ഭയങ്കരന്മാരും ഭയങ്കരികളും ഉണ്ട്. അത് ഭഗവാന്മാരുടെയും ഭഗവതിമാരുടെയും കൂട്ടത്തിലെല്ലാം ഭഗവാന്റെയും ഭഗവതിയുടെ ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ വരും ആര്? അഭയങ്കരന്റെ ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ ഭയങ്കരന്മാരുണ്ടാകും. അഭയങ്കരിയുടെ ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ ഭയങ്കരിമാരുണ്ട്. അത് മനുഷ്യരിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയതുകൊണ്ട് ശ്രേഷ്ഠമാർന്ന ഈ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്ന മഹനീയമാർന്ന സന്ദേശം സപ്തസുദിനങ്ങൾ കൊണ്ട് വളരെ സംക്ഷിപ്തമായി ഭാഗവത പാരായണമാണ് നമ്മുടെ യജ്ഞത്തിലെ മുഖ്യ കർമ്മം. അത് ശ്രവിക്കുക എന്നുള്ളതാണ്. ഭാഗവത ശ്രവണം, പരീക്ഷത്തിന് മോക്ഷം ലഭ്യമായത് ഭാഗവത ശ്രവണത്തിലൂടെ. നമ്മുടെ ശ്രവണത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളും അത് കേൾക്കുവാൻ വീട്ടിൽ ഭാഗവതമുള്ളവരൊക്കെ നമ്മുടെ യജ്ഞശാലയിൽ കൊണ്ടുവരണം. രാവിലെ ഗ്രന്ഥപൂജയുണ്ടാക്കും. അതിനൊന്നും നമ്മുടെ യജ്ഞശാല 1 രൂപ പോലും, 1 നാണയം പോലും വ്യയമില്ല, ചെലവില്ല എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. 7-ാം ദിവസം മധ്യാഹ്നത്തിൽ ഭാഗവതം സമർപ്പിക്കും. അപ്പോൾ അവരവർക്ക് ആ ഭാഗവതം തിരികെ
കൊണ്ടുപോകാം. അതിനൊന്നും വരുമ്പോൾ യജ്ഞശാലയിൽ എപ്പോൾ വരുന്നു അപ്പോൾ വരുന്നവർ ആ പുസ്തകം ഒന്ന് നോക്കിയിരിക്കണം, ഭാഗവതം നോക്കിയിരിക്കണം. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ശ്രീശുകന്മാരാണ് അത് പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഹൃദ്യമായി കേൾക്കുവാൻ്റെ സാഹിത്യവും അതിൻ്റെ സംശുദ്ധിയും സംഗീത സന്ദ്രമാർന്ന അവസ്ഥയിൽ പാരായണം ചെയ്യുമ്പോൾ അതിനെ കേൾക്കുവാൻ നമ്മുടെ അമ്മമാർ, കൊച്ചുകുട്ടികൾ, മുതിർന്നവരൊക്കെയും ഭാഗവതവുമായി വന്നു ചേരണം. വന്നു ചേർന്നവർക്കൊക്കെയും ഗ്രന്ഥമെടുത്ത് കേട്ടിരിക്കുവാനും അവരുടെ ഉടമസ്ഥൻ വന്നാൽ കൊടുക്കുവാനും ഒക്കെയുള്ള സന്മനസ്സോടെ എല്ലാ പുണ്യാത്മാക്കളും ഇതിൽ ഭാഗമാകണം എന്നറിയിക്കുകയാണ്. ആ മഹനീയമാർന്ന ഭാഗവതത്തിന്റെ മഹത്വം ഇത്രയും ഓർത്തിരിക്കുക. ബാക്കി നാളെ വിസ്തരിക്കാം. കോർത്തൊരു സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താൽ ഇതിനു സമമില്ല ഒന്നും എന്നറിയുക. തീർത്ഥങ്ങൾ കൊണ്ട് മൊഴിയാതുള്ള പാപം അത് തീർത്തിയിടും. ഓർത്തു വെച്ചിരിക്കുന്ന സുഉക്തി, ഇതുപോലുള്ള മഹാരഥന്മാരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വചസ്സുകൾ, വാക്കുകൾ, അങ്ങനെയുള്ള മനീഷികളായ മനുഷ്യരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത തപോധനന്മാരിൽ നിന്ന് നിർഗളിച്ചു വന്ന വാക്കുകളെ കൊണ്ട് കോർത്തു വെച്ചിരിക്കുന്ന ഒരു മാല പോലെയാണ് ശ്രേഷ്ഠമാർന്ന ഭാഗവതം എന്ന് വർണ്ണിച്ചത്. ആ മഹനീയമാർന്ന കോർത്തുവെച്ചിരിക്കുന്ന സുഉക്തി, സുഭാഷിത സുധകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഭാഗവതത്തെ ശ്രവിക്കുവാൻ നാളത്തെ ദിവസം മുതൽ നമ്മൾ വന്നു ചേരണം. അത് മോക്ഷദായകമാണ്. അതിന് സമമായി വെക്കുവാൻ വേറൊന്നുമില്ല. അതൊക്കെ വേദവ്യാസൻ ബ്രഹ്മദേവനുമായിട്ടൊക്കെ ഉള്ള സംവാദങ്ങളും സംഭാഷണങ്ങളും ഭാഗവത്തിൽ പറയുന്നുണ്ട്. പകരം അമൃതം നൽകാമെന്ന് പറയുന്ന കഥകളൊക്കെയുണ്ട്. അവയൊക്കെ പിന്നീട് വിസ്തരിക്കാമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ശ്രേഷ്ഠരാർന്ന പുണ്യാത്മാക്കൾ, നിങ്ങളുടെ സമയത്തിന്റെ പരിമിതി ഒരൽപ്പം കടന്നുപോയെങ്കിലും നമ്മുടെ ധന്യാത്മാവിന്റെ ഭാഷണം കേൾക്കുവാൻ വേണ്ടി ഇരുന്നത് കൊണ്ടും അതിൽ ഒരല്പസമയം ഞാൻ അധിക പ്രസംഗം നടത്തുന്നതിന് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തുടർന്നുള്ള ധന്യമായ 7 ദിവസം എല്ലാ ഭക്തജനങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൽ പങ്കുചേർക്കണം. 500ഓളം ആളുകൾ പഠിക്കുന്ന ഒരു ആധ്യാത്മിക പാഠശാല ഞാൻ വരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഉട്ടോപ്യയിലും ആഫ്രിക്കയിലും എന്നല്ല ഞങ്ങളുടെ സ്ഥാപനത്തിൽ സാർ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അനിതര സാധാരണമാർന്നൊരു വിഷയത്തെക്കുറിച്ച് പഠനം നടത്തി അദ്ദേഹം ആദ്യം വിസമ്മതിച്ച ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം അതിന് ഗഹനമായി പഠിച്ച് 3 മണിക്കൂറോളം ഞങ്ങളുടെ ആധ്യാത്മിക പഠന ക്യാമ്പിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് അദ്ദേഹം. കഴിഞ്ഞ വർഷം മെയ് മാസം ഈ മഹനീയമാർന്ന ആത്മീയ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന 500ഓളം ആളുകൾ പഠിക്കുന്ന ഒരു ആത്മീയ പാഠശാല നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ, ഈ ഇരിക്കുന്ന മക്കളുടെ പ്രായത്തിലുള്ള പ്രഭാഷകർ ഞങ്ങളുടെ ആധ്യാത്മിക പാഠശാലയുടെ കൃഷ്ണായനം സനാതന ധർമ്മ പഠന സേവാ കേന്ദ്രത്തിലുണ്ട്. 5ഓളം ദേവീദേവന്മാരുടെ സഹസ്രനാമം ചൊല്ലുന്ന കുട്ടികൾ ഞങ്ങളുടെ ആധ്യാത്മിക പാഠശാലയിലുണ്ട്. ഭഗവത്ഗീത 700 ശ്ലോകവും സമ്പൂർണ്ണമായി മനഃപ്പാഠം ചൊല്ലുന്ന കുട്ടികളുണ്ട് എന്ന പരമാർത്ഥം നിങ്ങൾ തിരിച്ചുകൊണ്ട് ഈ കൊച്ചുകുട്ടികൾക്ക് ഈ ബാല്യത്തിൽ അവരെ ഇത് പഠിപ്പിക്കുവാൻ നമ്മുടെ ദേവാലയങ്ങൾ തുറക്കണം. അതിനുള്ള ആത്മീയ വിദ്വൽ സദസ്സുകൾ നമ്മുടെ ഈ ക്ഷേത്രസന്നിധിയിൽ ഉണ്ടാകണം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഈ മഹാക്ഷേത്രസന്നിധിയിൽ മുൻപ് ഞാനൊരു പ്രഭാഷണം വന്നതാണ്. അന്ന് എനിക്ക് ഈ നാട്ടിൽ നിന്നൊരു ശ്രേഷ്ഠനാർന്ന ഗുരുവര്യൻ ഒരു മഹാഗ്രന്ഥം, ഒരു ഗ്രന്ഥം എനിക്ക് തന്നിട്ടുണ്ട്, വായിച്ച് പഠിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ പുസ്തകം വായിച്ച് പഠിക്കുവാനും കൂടുതൽ കാര്യങ്ങളെ അവബോധം നേടുവാനും സാധിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അതെനിക്ക് അറിവ് തന്ന ശ്രേഷ്ഠമാർന്നൊരു പുണ്യസ്ഥലി കൂടിയാണിത്. ധന്യമായ ശ്രീധർമ്മശാസ്താവിന്റെ സന്നിധിയായിരിക്കുന്ന ഭഗവത് സന്നിധിയിൽ നാളെ മുതലുള്ള 7 സുദിനം ഈ ദേശത്തുള്ളവർക്ക് അതിനെ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളോട് ആദ്യം അതിനെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിക്കാൻ പോകുന്നവരെ, സ്പെഷ്യൽ ക്ലാസ് ഉള്ളവരെയൊക്കെ രാവിലെ നാളത്തെ ദിവസം മാത്രമാണ് ഒരു സമയക്രമത്തിന് ഒരു അരമണിക്കൂർ അല്പം വൈകും. പക്ഷെ ഉച്ച മുതൽ സമയം വീണ്ടും ക്രമീകരിക്കപ്പെടും. മറ്റന്നാൾ മുതൽ രാവിലെ കൃത്യം 6:30 മണി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സഹസ്രനാമ ജപം ഉണ്ടാകും. 6:40 സഹസ്രനാമം ജപിക്കും. വിഷ്ണു സഹസ്രനാമം വൈകുന്നേരം 5:40 ലളിതാംബിക പരമേശ്വരുടെ 5:30 ലളിതാംബിക പരമേശ്വരുടെ സഹസ്രനാമം ജപിക്കും. ഈ 2 നേരമെങ്കിലും പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെയെങ്കിലും പങ്കുചേർക്കുവാൻ നമ്മൾ സാധ്യമാകണം. 7 ദിവസം അവർ ഇത് ചൊല്ലാൻ ശീലിച്ചാൽ പിന്നീട് അവർക്ക് താനെ ചൊല്ലാൻ സാധ്യമാകുന്നുണ്ട്. പുതിയ കുഞ്ഞുങ്ങളെ പോലും അതിൽ ഭാഗമാക്കണം. ഭാഗവതം കേൾക്കാൻ വീട്ടിൽ സുഖമില്ലാത്തവർ, അസുഖമുള്ളവർ, സുഖമുള്ളവർ, എല്ലാ സജ്ജനങ്ങളും ഭാഗവതം കേൾക്കുവാൻ വേണ്ടി വന്നു ചേരണം. ഏറ്റവും ഉത്തമമാർന്ന ഭാഗവത ശ്രവണം എന്നുള്ളത് കൊണ്ട് എല്ലാ സജ്ജനങ്ങളെയും അതിലേക്ക് സഹർഷം ഒന്നുകൂടി വിനയപുരസരം ക്ഷണിച്ചുകൊണ്ട് ധന്യാത്മാവിന്റെ സമയപരിമിതിയെ ഓർത്തുകൊണ്ടും ഈ മഹത്തുക്കളായ പുണ്യാത്മാക്കൾ ഈ വേദിയെ വൈകിയ വേളയിൽ വരെ ഉപവിഷ്ടരായതുകൊണ്ടും നാളെ മുതൽ നമ്മുടെ സമയക്രമം അനുസരിച്ച് നമ്മുടെ ശല്യം വൈകുന്നേരം നിർത്തേണ്ട സമയം ഏകദേശം ഇന്ന് ബോധ്യം ഒരു 8:30 മണിയോടുകൂടി നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഓരോരുത്തരായി എഴുന്നേറ്റ് നോക്കി, ചിലർ വാച്ച് നോക്കി, പിന്നെ കുറച്ച് പേർ ബഹുമാനം കൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ ബഹുമാനിച്ച് നാളെ മുതൽ നമ്മുടെ ഭരണസമിതി പറയുന്ന അതേ സമയം നമ്മുടെ ശല്യകർമ്മങ്ങൾ പര്യവസാനിക്കും. രാവിലെ നാളത്തെ ദിവസം 6:30 മണിയോടുകൂടി ഗണപതി ഹോമം തുടങ്ങും. മറ്റന്നാൾ മുതൽ 6 മണിയോടുകൂടി ഗണപതി ഹോമം സമാരംഭിക്കും എന്ന് ഭക്തജനങ്ങളെ അറിയിക്കുകയാണ്. നാളത്തെ ദിവസം രാവിലെ
6:30 മണിക്കുള്ള ഗണപതി ഹോമത്തിൽ പങ്കുചേരുവാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങളും അതിനുള്ള രസീതുകൾ വഴിപാടാക്കണം. ഒരു കുടുംബാർച്ചന എല്ലാ ഭക്തജനങ്ങളും, കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ 4, 5, 6 പേരാണ് നമ്മുടെ അണുകുടുംബമായി ചുരുങ്ങിയിട്ടുള്ളത്. അവരുടെ പേരിൽ ഒരു കുടുംബാർച്ചനയ്ക്കുള്ള രസീത് ഇന്നില്ലെങ്കിൽ നാളെ പകൽ വൈകുന്നേരമുള്ള ദീപാരാധനയും എഴുതി നമ്മുടെ ഭരണസമിതി ഓഫീസിൽ തയ്യാറാക്കി നമ്മുടെ അഡ്മിഷനിൽ കൊടുക്കും. 7 ദിവസവും കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ ഇവിടെ അർച്ചന നടത്തും. 7-ാം ദിവസം പ്രസാദം തരും. അതിലൂടെ നമ്മുടെ ദേശത്തുള്ള മുഴുവൻ ഭക്തൻ, നാട്ടിലുള്ളവരും നാട്ടിലില്ലാത്തവരും മുഴുവൻ പേരുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബാർച്ചന, ഒരു രസീതിൽ തന്നെ പേര്, വീട്ടിലെ ഗൃഹനാഥൻ, 2 കുട്ടികൾ, മാതാപിതാക്കൾ, അങ്ങനെ 4, 5, 6 പേരുടെ പേര് മുഴുവൻ വിവാഹം കഴിച്ചപ്പോൾ എല്ലാ ആളുകളുടെയും പേര് ഒരു രസീതിൻ്റെ പുറകിൽ എഴുതി, പിന്നെ സ്റ്റാപ്ലർ അടിച്ച് അതിനും എഴുതി. കമ്മിറ്റിക്കാരെ കുഴയ്ക്കരുത്. അവർക്ക് പ്രത്യേകം കുടുംബങ്ങളാണെന്നുണ്ട്, അവർക്ക് പ്രത്യേകം എഴുതണം എന്ന് സജ്ജനങ്ങളെ അറിയിക്കുന്ന ഒരു കുടുംബാർച്ചനയിലൂടെ ദേശത്തെ മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മ ഈ മഹായജ്ഞത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ആത്മീയതയുടെ നിറവിൽ നടക്കുന്ന ഒരു കൂട്ടായ്മയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി നിങ്ങളുടെ ഓരോരുത്തരും സാന്നിധ്യം, സഹകരണം, ധനപരവും ദ്രവ്യപരവുമായിട്ടുള്ള എല്ലാവിധ സമർപ്പണവും ഉണ്ടാകണം എന്ന് ഉറപ്പിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമോവ. ഓം സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.